മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെതായ ഒരു തനത് പെരുന്നാൾ വിശേഷം. മുസ്ലിങ്ങളുടെ പെരുന്നാൾ ആഘോഷത്തിന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ക്രിസ്ത്യൻ പള്ളിയുടെ അങ്കണം വിട്ടുകൊടുത്തു. മഞ്ചേരി CSI ചർച്ചാണ് ഈ സൗമനസ്യ മാതൃക കാണിച്ചത്. മാതൃഭൂമി ഈ വാർത്തയ്ക്ക് അർത്ഥവത്തായ ഒരു മേൽത്തലക്കെട്ട് കൂടി ചേർത്തു: ദ റിയൽ കേരള സ്റ്റോറി. കാരണം ഇത് കേരളത്തിൻ്റെ തനത് മതസൗഹാർദ്ദത്തിൻ്റെ വാർത്തയാണ്. അത്ര റിയൽ അല്ലാത്ത ഒരു കഥ ദ കേരള സ്റ്റോറി എന്ന പേരിൽ ഇതേ സമയത്ത് തലക്കെട്ട് പിടിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെതല്ലാത്ത ഒരു കേരള സ്റ്റോറി, കേരളീയരല്ലാത്തവർ പടച്ച കെട്ടുകഥ. വലതുപക്ഷ വർഗീയ മാധ്യമങ്ങൾ വഴി പരന്ന ലവ് ജിഹാദ് കഥയുടെ സിനിമാ രൂപം. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസും ജുഡീഷ്യറിയും സർക്കാർ വകുപ്പുകളുമെല്ലാം അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം കള്ളമെന്ന് തീർപ്പ് പറഞ്ഞ വ്യാജ കഥ. ധ്രുവ് റാഠി പറയുന്നു, 3 തരം വ്യാജ പ്രചാരണ തന്ത്രങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, നുണ പറഞ്ഞാൽ പോരാ, पेरुम नुणा തന്നെ പറയണം എന്ന ഹിറ്റ്ലർ തന്ത്രം. 100 साल पहले जर्मनी के तानाशाह एडोल्फ हिटलर ने अपनी एक किताब लिखी थी माइन काम्फ नाम से. इस किताब में इसने बताया था एक प्रोपेगेंडा टेक्निक के बारे में जिसका नाम था बिग लाई. हिटलर का कहना था लोगों को बहकाने के लिए इतना बड़ा झूठ बोलो, ഇത്ര വലിയ നുണ പറയുമ്പോൾ അതിൽ കുറച്ചെങ്കിലും സത്യം കാണും എന്ന് സാമാന്യ ജനം കരുതും. വലിയ നുണ എന്ന തന്ത്രത്തിന് പുറമെ മറ്റൊരു തന്ത്രം ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രി ഗേബൽസിൻ്റെതാണ്: നുണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ തന്ത്രം അർദ്ധസത്യം, ഒരിത്തിരി സത്യം അങ്ങുമിങ്ങും വിതറുക. അത് വെച്ച് ബാക്കിയും നേരാണെന്ന് ജനം കരുതിക്കൊള്ളും. സുദീപ് തോസെന്നിൻ്റെ പ്രോപ്പഗാൻഡ സിനിമയായ ദ കേരള സ്റ്റോറിയിൽ ഈ 3 തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. 32,000 മലയാളി പെൺകുട്ടികൾ മതം മാറി യമനിലും സിറിയയിലും എത്തി എന്ന് प्रधानमंत्री वरे ഏറ്റെടുത്തു ഈ प्रोपेगेंडा. क्या है इसके पीछे की असली कहानी और इस चीज में कितनी सच्चाई है, आइए जानने की कोशिश करते हैं आज के इस वीडियो में. केरला स्टोरी. मेरे जैसे 32,000 गर्ल्स कन्वर्ट होके सीरिया और यमन के रेगिस्तान में दफन हो चुकी है. 32,000 പെൺകുട്ടികളുടെ കഥ വസ്തുതാ പരിശോധന ചെയ്താൽ വെറും 2-3 പേരിൽ ഒതുങ്ങും. इन 4 औरतों के नाम यहाँ भी दिखते हैं. इनके अलावा 2 और औरतें हैं, अजमाला और शमासिया. इन दोनों के हस्बैंड्स कजन्स थे और इन 6 औरतों के हस्बैंड्स यहाँ आप फोटो में देख सकते हैं. इन 6 औरतों में से 3 ऑलरेडी मुस्लिम थी, 2 ने कन्वर्ट किया क्रिश्चियनिटी से इस्लाम में और 1 ने कन्वर्ट किया हिंदुइज्म. ധ്രുവ് റാഠിയുടെ വീഡിയോയിലും മറ്റു വിവിധ ലേഖനങ്ങളിലും ലവ് ജിഹാദ് ആരോപണങ്ങളുടെ വസ്തുനിഷ്ഠ പഠനമുണ്ട്. ഇവിടെ പക്ഷേ വസ്തുതയല്ല വിഷയം, പ്രചാരണമാണ്. പൊളിഞ്ഞുപോയ ആ കഥ കഴിഞ്ഞ വർഷം പ്രോപ്പഗാൻഡ സിനിമ വഴി വീണ്ടും വാർത്ത സൃഷ്ടിച്ചു. ഇപ്പോൾ ഈ ഉത്തരേന്ത്യൻ കെട്ടുകഥ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ചിലർക്ക് തോന്നിയിരിക്കുന്നു. ഇടുക്കി രൂപതയാണ് യുവതലമുറയുടെ മനസ്സിൽ വിഭാഗീയതയും വെറുപ്പും ഉണ്ടാക്കാൻ പോന്ന ബോധവൽക്കരണം തെരഞ്ഞെടുപ്പ് കാലത്ത് പൊടുന്നനെ ആരംഭിച്ചത്. മറ്റു ചില ക്രിസ്ത്യൻ പള്ളികളും ആ വഴി സ്വീകരിച്ചു. +2 വരെയുള്ള പ്രായക്കാർക്കാണ് ഈ മസ്തിഷ്ക പ്രക്ഷാളനം. ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങൾക്ക് ചേരാത്തതെന്ന് പറഞ്ഞ് ചില ക്രൈസ്തവ നേതാക്കൾ വിവേകത്തിൻ്റെ സ്വരമുയർത്തി. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, മുൻപേ നട്ടുവെച്ച വിദ്വേഷ വിത്തിന് വളർച്ച കിട്ടേണ്ട കാലമാണ്. എങ്കിലും ഇതിനിടക്കും കേൾക്കാം വിവേകത്തിൻ്റെ ശബ്ദം. ക്രിസ്തുവിൻ്റെ പേരിലുള്ള സഭകൾ ഹെയ്റ്റ് സ്റ്റോറികളല്ല പ്രചരിപ്പിക്കേണ്ടത് എന്ന് ഗീ വർഗീസ് കൂറിലോസ് ചൂണ്ടിക്കാട്ടി. വേറെ ചിലർ പറഞ്ഞു, കേരളത്തെ പറ്റിയുള്ള വ്യാജ കഥയ്ക്ക് പകരം ദ മണിപ്പൂർ സ്റ്റോറി എന്ന യഥാർത്ഥ കഥ കാണിക്കണം എന്ന്. മണിപ്പൂരിൽ ക്രൈസ്തവരെ വേട്ടയാടുന്ന കഥ. അപ്പോഴും ഉത്തരേന്ത്യക്കാർ നിർമ്മിച്ചെടുത്ത കേരള കഥ കേരളീയർക്ക് പഠിപ്പിക്കുന്നു ചിലർ. വെറുപ്പ് പരത്തലും അപരവൽക്കരണവും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭിന്നത ആർക്കും ഗുണം ചെയ്യില്ല എന്നതിൻ്റെ തെളിവുകൾ ചുറ്റും കാണാനുണ്ട്. എന്നിട്ടും ഈ വിദ്വേഷ പ്രചാരണം വീണ്ടും ഇറക്കിയതിന് പിന്നിൽ ആരാണ്? എന്താണ് ലക്ഷ്യം? തീർച്ചയായും ഇത്തരം കുറേ സിനിമകൾ ഈയിടെ ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെ എന്ന് ദ ഹിന്ദുവിലെ സിയാവുസലാം സമർത്ഥിക്കുന്നു. കാവ്യവൽക്കരണം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അപരവൽക്കരണം, ഹിംസയിലേക്കുള്ള വ്യംഗ്യമായ ക്ഷണം തുടങ്ങിയവ ഈ തെരഞ്ഞെടുപ്പ് കാല വിദ്വേഷ സിനിമകളുടെ പ്രത്യേകതകളാണ്. വിവേക് അഗ്നിഹോത്രിയുടെ 2022 പടമായ ദ കശ്മീർ ഫയൽസ് ഇത്തരം സിനിമകളുടെ രാഷ്ട്രീയ സാധ്യത തെളിയിച്ചു. ഇപ്പോൾ ഇത്തരം പ്രചാരണ സിനിമകളുടെ കൂട്ടത്തിൽ ഹൈദരാബാദിനെ പറ്റിയുള്ള റസാഖാർ, നക്സൽ പ്രസ്ഥാനത്തെപ്പറ്റിയുള്ള ബസ്താർ, വീർ സാവർക്കർ തുടങ്ങിയ ഫിലിമുകൾ പുതിയ വർഗീയ ആഖ്യാനങ്ങളോടെ ചരിത്രത്തെ രാഷ്ട്രീയായുധമാക്കുന്നുണ്ട്.
ഉത്തരേന്ത്യയിലെ ഹിംസാത്മക രാഷ്ട്രീയത്തിൻ്റെ ശൈലി കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഈ ശ്രമത്തെ ചില ന്യൂനപക്ഷ നേതാക്കൾ കൂടി പിന്തുണക്കുന്ന സാഹചര്യത്തിൽ വെറുപ്പിൻ്റെ വ്യാജ ഉറവിടങ്ങൾ തുറന്നു കാട്ടുക മാധ്യമങ്ങളുടെ കടമയാണ്. മീഡിയ വൺ ഷെൽഫിൽ ബാബു ഭഗവതി, കെ അഷ്റഫ് എന്നിവർ എഴുതിയ ഇസ്ലാമോഫോബിയയുടെ സൂക്ഷ്മ രാഷ്ട്രീയം പരമ്പര ഒരു പഠന മാതൃകയാണ്. ഈ ജനുവരി മുതൽ കേരളത്തിലുണ്ടായ ഇസ്ലാം ഭീതി ഉണ്ടാക്കുന്ന പ്രസ്താവനകളും സംഭവങ്ങളുമാണ് ഇതിൽ വസ്തുതാ വിശകലനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ആരൊക്കെയോ ബോധപൂർവം കടത്തിവിടുന്ന സ്പർദ്ധയുടെ വിഷധൂളികൾ തിരിച്ചറിയേണ്ടതുണ്ട്. സിനിമ, മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ, മതപാഠശാലകൾ എന്നിവയൊക്കെ രാഷ്ട്രീയായുധമാക്കിയാണ് ഫാഷിസം അധികാരം വാണത്. വിഭാഗീയതയുടെ അണുക്കൾ പരന്നു തുടങ്ങിയാൽ ആ പകർച്ചവ്യാധി എല്ലാവരെയും ബാധിക്കും. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media1@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക. mediaoneonline.com/programs/mediascan എന്നതാണ് വിലാസം. യൂട്യൂബിൽ youtube.com/mediascanmedia1news എന്ന വിലാസത്തിലും ലഭ്യമാണ്.